നമ്മുടെ വീടുകളിൽ എന്തുണ്ട്, ഇപ്പം എന്തൊരു റാഹത്തുണ്ട് ഈ പച്ചപ്പുകൾ കണ്ട് ഇവിടെ നിൽക്കാനുള്ളത്. അതുകൊണ്ട് അൽഹംദുലില്ലാ ബെഡ്റൂമുകളിലൊക്കെ നല്ല ചെടികൾ വെക്കണം, പരിസരം വൃത്തിയാവണം, ബാത്റൂമുകൾ വൃത്തിയാവണം. പ്രത്യേകമായി മദ്രസകളുടെയും പള്ളികളുടെയും ഒക്കെ അൽഹംദുലില്ലാ ബാത്റൂമുകളൊക്കെ നല്ല വൃത്തിയായി മാറണം. ഒരു വൃത്തിയുള്ള ഒരു മനുഷ്യനെ കണ്ടാൽ അവൻ്റെ സ്വഭാവത്തിൽ ആ വൃത്തി ഉണ്ടാവും, അവൻ്റെ കൽബിന് ആ വൃത്തി ഉണ്ടാവും. ഇതിങ്ങനെ ചീഞ്ഞളിഞ്ഞിങ്ങനെ നടക്കുക അല്ലേ. ഒരു മൗലാന കള്ളിത്തുണിയുണ്ട്, സുബ്ഹാനല്ലാഹ് അല്ലേ. ഇതന്നെ എല്ലായിടത്തേക്കും പുയ്യാപ്പിള പോകുമ്പോൾ മാത്രമേ മാറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ് ഇത് ഇട്ടുകൊണ്ട് ഒരാളങ്ങ് എടുക്കും, മോനെന്നിട്ട് യൂറോപ്യൻ ക്ലോസറ്റുമ്പോൾ പോയി ഇരിക്കും. ഇരുന്നിട്ട് പിന്നെ എന്തൊക്കെയായ്മ കൂടെ തെറിച്ചിന്, അതിനൊന്നും കുഴപ്പമില്ല. നല്ല ഉഷാറിൽ നിസ്കരിക്കാൻ അങ്ങനെ നിൽക്കുകയാണ്. നിസ്കരിക്കാൻ പഴയ കാലങ്ങളിലൊക്കെ നിസ്കരിക്കാനുള്ള ഒരു തുണി ഉണ്ടായിരുന്നു, നിസ്കാര പായ ഉണ്ടായിരുന്നു. അത് വൃത്തിയായി മടക്കി അതിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ ഒരു നൂല് കെട്ടി ചുമരിൽ ഒരു ആണിയിൽ തൂക്കിയിട്ടിരുന്ന ഒരു രംഗം മറന്നു പോവരുത്. ഇങ്ങനെയായിരുന്നു ഇതിനൊക്കെ പരിഗണിച്ചിരുന്ന. എന്താ ആവശ്യമുള്ളത്? ഇന്ന് നിസ്കരിക്കാൻ മാത്രമേ നമ്മൾ വൃത്തിയില്ലാത്ത വസ്ത്രം ധരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാത്തിനും എല്ലായിടത്തും നമ്മൾ ഉഷാറാണ്. കല്യാണത്തിന് പോകുമ്പോൾ, സൽക്കാരത്തിന് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ സഹോദരിമാരൊക്കെ ഇന്ന് നിങ്ങളുടെ ബെഡ്റൂമുകളൊക്കെ 5 സ്റ്റാർ ഹോട്ടലുള്ള ബെഡ്റൂമായി മാറണം. അതിനൊക്കെ യൂട്യൂബിൽ അടിച്ചാൽ 5 സ്റ്റാർ ഹോട്ടൽ ബെഡ്റൂം ഇങ്ങനെ ഓരോന്നും കാണിച്ചു തരും. അപ്പം നല്ല ഉഷാറ് കാണും, നല്ല ബെഡ്ഷീറ്റ്, അതുപോലെ ഡെയിലി ബെഡ്ഷീറ്റൊക്കെ അലക്കുക അല്ലേ. അതുപോലൊക്കെ നമ്മുടെ ഈ തലയിണ കവറുമൊക്കെ കണ്ട് നമ്മളെ വായിന്ന് ഒരു സാധനം ഇങ്ങനെ വലിച്ചാൻ അല്ലേ. 96 മജ്മൂ അല്ലേ, 96 മജ്മൂ സെൻറ്റ് ഇങ്ങനെ വലിക്കും അല്ലേ. ഒരു പൊടി ഇങ്ങനെ ഉണ്ടാവും. രാവിലെ മദ്രസക്കൊക്കെ പോകുമ്പോൾ പല്ലേക്ക് അതങ്ങനെ തിരുമ്പിയാൽ പുട്ടുംപൊടി കമ്മിയുള്ളവർക്കൊക്കെ അതാണ് കൂട്ടി കൊടുത്താൽ മതി. പുട്ടുംപൊടി കമ്മിയുള്ളവർക്ക് ഇങ്ങനെ കാട്ടിയാൽ മതി. ചിലവർക്കൊക്കെ അങ്ങനെ കോംപ്രമൈസിൻ്റെ മാതിരിയൊക്കെ ഉണ്ടാവും. ഇത് പിന്നെ ഞാൻ ദ്വീപിൽ ചെന്നുകൊണ്ട് ഈ ഒരുക്കണ സാധനത്തിന് നമ്മളെ ഇവിടെ എന്താ വിളയിക്ക് പറയാം, കേലെ കേത്താല്, കേത്താറ്, ചാറ് ഒക്കെ പല പേരുണ്ട്. എന്നാൽ ദ്വീപിൽ ഇതിന് പറയാ ഏവാൽ. എങ്ങനെയുണ്ട്? അപ്പൊ പഴയ നാട് എല്ലായിടത്തും ഈ ഒലിയിൽ സംയുക്തമാണ്, അത് സമസ്ത അംഗീകരിച്ചാണ്. പക്ഷെ എന്തില്ല, ഈ ഒലിച്ച ഈ സാധനത്തിന്റെ പേര് മാത്രമേ സംഗതിയുള്ളൂ. ഇത് ഈ ഫില്ലോക്ക് ഇത് അകത്തിരിക്കുമ്പോൾ വളരെ വൃത്തിയുള്ള സാധനമാണ്. പുറത്തേക്ക് വന്ന ഈ ചങ്ങായി നജിസാണ്, എരപ്പെട്ട സാധനമാണ്. ഉള്ളിൽ അങ്ങനെ കുറെ സാധനം ഉണ്ട്. നമ്മളെ ഉള്ളിൽ എന്തോ ഒരു ഉഷാറുള്ളപ്പോൾ ഞാൻ നിങ്ങളൊക്കെ അങ്ങനെ ഇരിക്കണേ. ഇതിന്ന് മനുഷ്യ അടുക്കാത്ത കുറേ സാധനങ്ങൾ നമ്മളെ വയറ്റിൻ്റെ ഉള്ളിലുണ്ട്. ഇത് പുറത്തേക്ക് വന്നാൽ പറ്റൂല. എൻ്റെ വയറിൻ്റെ ഉള്ളിലുള്ള സാധനമായിരുന്നു ഉസ്താദെ. ഞാനത് കുറച്ച് എടുത്തിട്ട് എന്ത് ചെയ്യട്ടെ, ഷോക്കേസിൽ കൊണ്ടേ വെക്കും. ആരും കൊണ്ടേ വെക്കൂല, ആർക്കും ഇഷ്ടമില്ല ആ സാധനം. അപ്പം അതുകൊണ്ട് ഈ ഫില്ലോ കവറിൻ്റെ മുകളിൽ ഈ വെള്ളം ഒലിച്ചാൽ, കേല ഒലിച്ചാൽ പിറ്റേന്നാമതിന് പൊടിയാവും. അപ്പം നമ്മൾ ഈ ഓക്സിജൻ വലിക്കുന്ന കൂട്ടത്തിൽ ഈ പൊടിയും കൂടി മൂക്കിൽ പൊടിൻ്റെ മാതിരി ആവും കൂടിയാണ് കയറുക. അപ്പം നല്ല മട്ടം ഉണ്ടാവും അല്ലേ. ഇനി ഇതൊന്ന് തസവൂറാക്കിയാണ് നിങ്ങൾ. ഇപ്പം നിങ്ങളെ വീട്ടിൽ, ഇപ്പം നിങ്ങളൊക്കെ കിടക്കുന്ന വീട്ടിൽ ഈ ഫില്ലോ കവർ എന്ന് കഴുകിയതാ? മൂസാ നബിൻ്റെ കഥയൊന്നും പറഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് കാര്യമില്ല അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച്, എല്ലാവരും ഇന്ന് പൊടി ഇതൊന്ന് വൃത്തിയാവണം. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലമാണ്. ഈ മഴക്കാലത്തൊക്കെ നമ്മൾ പ്രത്യേകമായി വൃത്തിയെക്കുറിച്ച് വേണം. നമ്മുടെ വീട്ടിലിരിക്കുന്ന ചിരട്ടകൾ, ആ വീട്ടിൻ്റെ പരിസരത്തെ ചിരട്ടയിലൊക്കെ വെള്ളം നിന്നു, ആ വെള്ളമൊക്കെ കൊതുക് വന്നു, ഒരുപാട് കൊതുകുകളുടെ മസ്റായി മാറുന്നുണ്ട്. അതുപോലെ പഴയ ടയറുകൾ, വീട്ടിലുള്ള പഴയ ടയറുകൾ ഉണ്ടാവും. എല്ലാവരുടെ വീട്ടിലൊരു ആക്റ്റീവെങ്കിലും ഇല്ലാത്ത ആരും ഉണ്ടാവൂലേ. അപ്പം ആ ടയറിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം നിന്ന് ആ വെള്ളങ്ങളൊക്കെ ഇങ്ങനെ പ്രയാസപ്പെടുകയാണ്. അതിൻ്റെ ഉള്ളിൽ കൊതുകുകൾ ഉണ്ടാവുന്നു, കുപ്പിപ്പൊട്ടുകൾ, ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, വെള്ളങ്ങൾ നിൽക്കുന്നു. ഇതൊക്കെ ഇൻഷാ അള്ളാഹ് നാളെ ഇന്നത്തെ ചോറൊക്കെ തിന്നിട്ട് നാളെ ഇൻഷാ അള്ളാഹ് രാവിലെ എല്ലാവരും പുയ്യാപ്പളിയും പുതിയണ്ണും കൂടിയിട്ട് അതെല്ലാവരും വൃത്തിയാക്കാം. ഇന്ന് ശനിയാഴ്ചയല്ലേ?